ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് വിജയദശമി ദിവസമാണ്. പുസ്തകം പൂജ വെച്ച് ഇന്ന് പൂജയെടുക്കുന്ന സമയമാണ്. പൂജയെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലിയും വൈകിട്ട് നിലവിളക്ക് കൊളുത്തി ചൊല്ലേണ്ട ഒരു മന്ത്രത്തെപ്പറ്റിയുമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ജോലി ലഭിക്കുന്നതിനും വിദ്യാവിജയത്തിനും ഈ മന്ത്രം ചൊല്ലുന്നത് ഉത്തമമാണ്. വിഷ്ണു ചക്രത്താൽ ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം വരിച്ച ഒരു ദിവസമാണ് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വിജയത്തിലേക്കും തുറക്കുന്ന ദിവസം. വിജയദശമി ദിവസം ഏതൊരു കാര്യം തുടങ്ങിയാലും അത് പൂർണ്ണ വിജയമാകും. ഈ ദിവസത്തിന് മുഹൂർത്ത ദോഷം ബാധിക്കില്ലെന്നാണ് സങ്കല്പം. ജോലി ലഭിക്കുന്നതിനും പരീക്ഷാ വിജയത്തിനും ഏതൊരു കാര്യവിജയത്തിലേക്കും എത്താനായിട്ട് ഈ നാമം നമുക്ക് ചൊല്ലാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയായി ജപം ആരംഭിക്കാൻ കുറഞ്ഞ 108 തവണയാലും ഇത് ചൊല്ലണം. ഓം സം സരസ്വത്യൈ നമഃ എന്ന മന്ത്രമാണ് നമ്മൾ ഇന്നേ ദിവസം പൂജയെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നിലവിളക്കിന് മുന്നിൽ നിന്ന് ദേവിയെ മനസ്സാ വിചാരിച്ചുകൊണ്ട് ചെയ്യേണ്ട ആ മന്ത്രം. അതുപോലെ തന്നെ ഇന്ന് പൂജ എടുപ്പിന് ശേഷം നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ പൂജ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലാണോ അത് എടുത്തതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയും അതുപോലെ തന്നെ സരസ്വതി പൂജയും എടുക്കുന്നത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിക്കും അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തുവാനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പുഷ്പാഞ്ജലിയാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 2 പുഷ്പാഞ്ജലിയും നടത്തുന്നത് കൊണ്ട് സർവൈശ്വര്യവും അവരുടെ പഠനകാര്യത്തിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓം സം സരസ്വത്യൈ നമഃ എന്ന മന്ത്രം ദിവസേന ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത ഉള്ളതുകൊണ്ട് ഇന്നേ ദിവസം ഈ മന്ത്രം കുറഞ്ഞത് ഒരു 108 തവണയോ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു 9 തവണയുമെങ്കിലും ജപിക്കേണ്ടതാണ്. ഇത് നമ്മൾ സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി, അത് നെയ്വിളക്ക് കൊളുത്തുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. വെള്ളപ്പൂക്കൾ വെച്ച് പ്രാർത്ഥിച്ച് മുല്ലപ്പൂവും അതുപോലെ തന്നെ വെള്ളച്ചെമ്പകവും ഒക്കെ അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തുളസി മാലയും ചാർത്തി അമ്മയെ മനസ്സിൽ വിചാരിച്ച് ഓം സം സരസ്വത്യൈ നമഃ എന്ന മന്ത്രം പരമാവധി എത്ര തവണ ജപിക്കാമോ അത്രയും തവണയും ജപിച്ച് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വ ഐശ്വര്യവും നമ്മുടെ പഠന കാര്യത്തിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഏതാണോ ബുദ്ധിമുട്ടുള്ള വിഷയം ആ വിഷയം ഈ മന്ത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് ആ വിഷയത്തിൻ്റെ ഒന്ന് ആ ഒരു ബുക്ക് എടുത്തൊന്ന് തുറന്ന് നോക്കി ഒന്ന് എഴുതുകയോ അല്ലെങ്കിൽ ഒന്ന് വായിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ ആ വിഷയം നമുക്ക് എളുപ്പമായിട്ട് വരും. അത്രയ്ക്കും ഒരു ഭയങ്കര ശക്തിയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഓം സം സരസ്വത്യൈ നമഃ എന്ന ഈ മന്ത്രം. അതുപോലെ തന്നെ വിദ്യാഗോപാലാർച്ചനയും അതുപോലെ സരസ്വതി പൂജയും ഒക്കെ നമ്മൾ ഇന്ന് ദിവസം എടുക്കേണ്ടതാണ്. അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരെ നന്ദി, നമസ്കാരം.